കേരളീയരായ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് അവിയലെന്ന് പറയുന്നത്. ഈ അവിയൽ ഉണ്ടായത് ഒരു കൊട്ടാരത്തിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? അപ്പോൾ അതിൻ്റെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. വില്ലേജ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഫിറോസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും നൽകിയ പിന്തുണയ്ക്കും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഈ അവിയലെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് അല്ലേ? പക്ഷേ ഈ അവിയൽ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് പഞ്ചപാണ്ഡവന്മാർ വനവാസത്തിന് വേണ്ടി കാട്ടിൽ പോയൊരു സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം അവർക്ക് 1 വർഷം അജ്ഞാതവാസവും പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കിനും അവർ വിരാട രാജാവിൻ്റെ കൊട്ടാരത്തിലാണ് ഒളിവിൽ താമസിച്ചത്. ഭീമൻ വല്ലഭൻ എന്ന പേരിലായിരുന്നു അവിടെ പാചകക്കാരനായിട്ട് ഒളിവിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം വിരാട രാജാവിൻ്റെ കൊട്ടാരത്തിൽ കുറച്ച് അതിഥികൾ വരികയുണ്ടായി. അവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യാനായിട്ട് ഭീമനെ ഏൽപ്പിച്ചു. എന്നാൽ ഭീമൻ അടുക്കളയിൽ ചെന്നപ്പോഴത്തേക്കിനും ഭക്ഷണമെല്ലാം തീർന്നിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഭീമൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. ആ പച്ചക്കറികളെല്ലാം എടുത്തുകൊണ്ട് ചെറുതായി അരിഞ്ഞ് ഒരു പുതിയ വിഭവം ഉണ്ടാക്കാനായിട്ട് ഭീമൻ തയ്യാറായി. ഭീമൻ അങ്ങനെ ഭക്ഷണം വേസ്റ്റാക്കുന്ന ഒരാളല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പച്ചക്കറികളും അതിനകത്ത് ഉൾപ്പെടുത്തി. അങ്ങനെ ആ പച്ചക്കറികളുടെ കൂടെ കുറച്ച് തേങ്ങയും വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് തൈരും ഒക്കെ ചേർത്ത് കുഴച്ച് ഒരു ഭക്ഷണം അങ്ങ് ഉണ്ടാക്കി. ആ ഭക്ഷണം അതിഥികൾക്ക് വിളമ്പി. അവരത് കഴിച്ചിട്ട് വളരെ സ്നേഹത്തോടു കൂടി എന്താണ് ഈ ഭക്ഷണത്തിൻ്റെ പേര്, വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഭീമൻ പറഞ്ഞു, ഇത് പച്ചക്കറികളെല്ലാം ചേർത്ത് അവിച്ചെടുത്തതാണ്, അതുകൊണ്ട് നമുക്കിതിനെ അവിയലെന്ന് വിളിക്കാം. ഇങ്ങനെയാണ് അവിയലിൻ്റെ ഒരു ഐതിഹ്യ കഥ ഉണ്ടായത്. അവിയൽ ഭീമൻ ഉണ്ടാക്കിയ ഭക്ഷണമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണുമല്ലോ. ഇതാണ് ഐതിഹ്യം. ചില തൈരൊഴിച്ചും തൈരൊഴിക്കാതെയും അങ്ങനെ പല രീതിയിലുമൊക്കെ അവിയൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവിയൽ ചെയ്യുന്നത് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.